സ്റ്റുഡന്റ്, നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാവൽ എസ്സേ. നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. +1 ഒരു യുണീക്ക് ആയിട്ടുള്ള ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ട്രാവൽ എസ്സേ എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രാവൽ എസ്സേ എഴുതാൻ നോക്കിയാലോ? ഈസിയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ എസ്സേയുടെ അത്ര തന്നെ അല്ലെങ്കിൽ അപ്രീസിയേഷന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രാവൽ എസ്സേ. സോ ട്രാവൽ എസ്സേ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ പേപ്പറിൽ വേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. സോ ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവലോഗ്സ്, ട്രാവൽ എസ്സേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, ആ സ്ഥലത്തിനെ പറ്റിയിട്ട് നമ്മൾ വിശദീകരിക്കുക. അത് വേറൊരാൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ അവിടുത്തെ ഹൈലൈറ്റ്സും നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടും അങ്ങനെ നമുക്ക് ആ ഒരു പ്ലേസിൽ ഉണ്ടായിട്ടുള്ള ഇംപ്രഷൻസ് ഒരു എസ്സേ പോലെ എഴുതിയിട്ട് ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ എസ്സേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ എസ്സേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസിൻ്റെ എഴുതാൻ പറയാറുണ്ട്. ഈ മോഡൽ എക്സാമിന് അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലേസിന്റെ ട്രാവൽ എസ്സേ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കരാവോ ഇല്ലേ, അവിടുത്തെ ട്രാവൽ എസ്സേ ചോദിക്കാറുണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്ലേസ് തന്നെ തരും. ഇപ്പൊ കാശ്മീരത്തെ ചോദിച്ചിട്ടുണ്ട്, വയനാടത്തെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് അറിയാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. എന്നിട്ട് ഹിൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, ഓപ്ഷനിൽ ഹിൻസ് തരും. എന്നിട്ട് നിങ്ങളോട് ആ ഒരു പ്ലേസിൻ്റെത് എഴുതാൻ വേണ്ടിയിട്ട് വരും. പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ട്രാവൽ എസ്സേ ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും ഇത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ ട്രാവൽ എസ്സേ ആണ്, എസ്സേ ആകുമ്പോൾ എന്ത് നിർബന്ധമാണ്, നമുക്കൊരു ഹെഡിങ് നിർബന്ധമാണ്, ഒരു ടൈറ്റിൽ അല്ലെ, ഒരു ഒരു ടൈറ്റിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ആ ഒരു പ്ലേസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു പ്ലേസിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ആ പ്ലേസ് എവിടെയാണ്, ആ പ്ലേസിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അത് ഒരു കോസ്റ്റൽ ഏരിയ ആണോ അല്ലെങ്കിൽ മൗണ്ടെയിൻ റിലേറ്റഡ് ഫോറസ്റ്റ് ഏരിയ ആണോ, അവിടെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെ പ്ലേസസ് ആണ് ഉള്ളത്, അങ്ങനെ ആ ഒരു പ്ലേസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിലായിട്ട് കൊടുക്കാം. ഇനി അടുത്തത് അവിടേക്ക് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, എങ്ങനെയൊക്കെയാണ് അവിടെ ട്രാവൽ ചെയ്യുക, നമ്മൾ ട്രാവൽ ഇൻഫോ എഴുതിയില്ലേ, അത് നമ്മൾ ഓരോ സാധനവും ഓരോ പാരഗ്രാഫ് ആയിട്ട് എഴുതാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇത്ര തന്നെയാണ് നമുക്ക് എന്ത് ട്രാവൽ എസ്സേ എന്നുള്ളത്. പിന്നെ ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ചിലപ്പോൾ നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ആവാം, നിങ്ങൾക്ക് അവിടെ ട്രാവൽ ചെയ്തിട്ട് ഗുഡ് എക്സ്പീരിയൻസ് ആവാം, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു പ്ലേസിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആ ഒരു പ്ലേസിനെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ഇംപ്രഷൻ. ചില ആൾക്കാർക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ ഇഷ്ടാവില്ല, അവിടുത്തെ ഫുഡ് ഇഷ്ടാവില്ല, നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ആ ഒരു പേഴ്സണൽ ഇംപ്രഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതണം. റെഡി? സോ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ട്രാവൽ എസ്സേ. അതിന്റെ ഒരു ഫോമാറ്റും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന കുറച്ച് സെന്റൻസസുകളും നോക്കാതെ എന്റെ മക്കൾ എന്തായാലും എക്സാമിന് പോയത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കും. So as part of your school tour program, you visited some tourist centers in your country. നിങ്ങളുടെ ടൂറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്ലേസ് നിങ്ങൾ വിസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. പ്രിപ്പയർ എ ട്രാവൽ എസ്സേ ബേസ്ഡ് ഓൺ ദ ടൂർ. ആ ടൂറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ട്രാവൽ എസ്സേ എഴുതാൻ. ഇപ്പൊ ഹിൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്, ബിഗിനിങ് ഓഫ് ദ ജേർണി അല്ലെ, എങ്ങനെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്, ഏതൊക്കെ പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്തത്, എവിടേക്കാണ് സ്റ്റോപ്പ് ചെയ്തത്, അതിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇംപ്രഷൻ, നമ്മൾ പറഞ്ഞ കാര്യം, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. മൈ സ്കൂൾ ടൂർ ടു മൂന്നാർ. മൂന്നാറിലേക്കാണ്, ഒരു മൂന്നാറിന്റെ ഒരു ട്രാവൽ എസ്സേ ആണ് മിസ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ചിലപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് അതന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതണം. അപ്പൊ നോക്കിക്കേ, മൈ സ്കൂൾ ടൂർ ടു മൂന്നാർ. Our school tour to Munnar was one of the most exciting experiences of my life. എന്റെ ലൈഫിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആ സെന്റൻസ് ഒക്കെ എഴുതിക്കൂടെ? ഓക്കെ, സോ വി സ്റ്റാർട്ടഡ് അവർ ജേർണി ഏർലി ഇൻ ദ മോർണിംഗ്. ഞങ്ങൾ രാവിലെ നേരത്തെ മോർണിംഗ് തന്നെ ഞങ്ങളുടെ ജേർണി എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. All of us gathered at the school campus with our bags, snacks and lots of excitement. Soon our bus moved and we began our happy journey. അപ്പോൾ നിങ്ങളോട് ഈ ടൂറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ ഒരു യാത്രാ വിവരണം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ടൂർ പോയതും എവിടുന്നാണ് ടൂർ സ്റ്റാർട്ട് ചെയ്തത്, സ്കൂളിൽ നിന്നാണ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ രീതിയിൽ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആ പ്ലേസിനെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഇന്ന സമയത്ത് അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഇറ്റ് വാസ് എ നൈസ് പ്ലേസ്, ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ജേർണി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, describe ചെയ്യാം. Now our first stop was a tea museum in Munnar.
there was so old machines, photos, and different types of tea leaves. Okay, തേയിലകൾ കണ്ടു. It helped us learn how tea is made and understand the culture of the place. Next, we visited the beautiful Matupeti Dam. The cool breeze from the water and the green hills around us made us feel fresh. Many of us took photos and enjoyed the peaceful view. And we had our lunch near the dam, sitting together under the shade of trees. After that, we went to the echo point, and it was fun to hear our voices bounce back from the mountains, and we laughed and shouted, enjoying the moment. And in the evening, we reached the Blossom Park, where we നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് എഴുതാട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത്, നേരത്തെ ഞാൻ ട്രാവലിംഗ് ഫോർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയുന്ന പ്ലേസിൻ്റെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനത്തെ പ്ലേസസുകളും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെൻഷൻ ചെയ്യാൻ പറ്റും. The park was filled with colorful flowers and tall trees and physical appearance. Some of us played games while others walked around enjoying nature. And finally, before returning, we visited Top Station, one of the most famous viewpoints in Munnar. And the sunset there was the highlight of the trip, and the sky turned orange and pink, and we felt calm and happy watching the clouds below us. Throughout the journey, our teachers guided us, and we learned new things from every place we visited. And the halting places gave us time to relax, enjoy nature, and spend time with friends. So this school, ലാസ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ചെറിയ കൺക്ലൂഷൻ 2-3 സെന്റൻസിൽ. This school too gave me wonderful memories. നിങ്ങളുടെ പേഴ്സണൽ ഇംപ്രഷൻ ആണ്. I realized how beautiful Munnar is and how traveling helps us learn new things, and it was truly an unforgettable experience. So ഇത്ര എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ട്രാവൽ എസ്സേ കൺക്ലൂഡ് ചെയ്യാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാവൽ എസ്സേ എല്ലാവരും നോക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്ലേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ അട്രാക്റ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവാം. മിക്കവാറും നിങ്ങളോട് ഇഷ്ടമുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ